നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഒരുക്കമെന്ന് തെളിയിച്ച് ജില്ലയിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തിയത് ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലയിലെ 5 കേന്ദ്രങ്ങളിൽ. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലഹരിയും അതേ തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളും കൂടുന്നത് ഏറെ ആശങ്കാജനകമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക മേഖലയിലേക്ക് യുവതലമുറയെ ആകൃഷ്ടരാക്കുന്നതിലൂടെ ഇത് തടയാൻ കഴിയുമെന്നും മന്ത്രി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മീനങ്ങാടി, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിധവയായ വീട്ടമ്മയ്ക്ക് ജപ്തി ഭീഷണി. ഭർത്താവ് മരിച്ചതോടെ മക്കളില്ലാത്ത വീട്ടമ്മയുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രദേശവാസികളുടെ സഹായത്തോടെ. ദുരിതത്തിലായിരിക്കുന്നത് പനമരം ഓടക്കൊല്ലി പള്ളത്ത് വത്സമ്മ. സന്ദർശക തിരക്കേറി കുറുവാദ്വീപ്. 6 മാസത്തിനിടെ വരുമാന ഇനത്തിൽ ലഭിച്ചത് 1/2 കോടിയോളം രൂപ. സന്ദർശക നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഒരുക്കമെന്ന് തെളിയിച്ച് ജില്ലയിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ. ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലാണ് ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തിയത്. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മോക്ക് ഡ്രിൽ നടത്തിയത്. വൈകുന്നേരം 4 മണിക്ക് രാജ്യത്താകെ ഒരേ സമയം സൈറൺ മുഴങ്ങി. അതോടെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായ സൈനികർ തൊട്ട് സാധാരണക്കാർ വരെ പങ്കാളികളായി മോക്ക് ഡ്രിൽ ആരംഭിച്ചു. വ്യത്യസ്തമായ രീതിയിലാണ് വിവിധയിടങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നത്. വ്യവസായ കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആളുകൾ തടിച്ചുകൂടുന്ന ബസ് സ്റ്റാൻഡുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം മോക്ക് ഡ്രിൽ നടന്നു. കൽപ്പറ്റയിൽ വ്യവസായ മേഖലയായ കിൻഫ്രയിലായിരുന്നു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. നിർമ്മാണശാലയ്ക്ക് സമീപം അഗ്നിബാധയുണ്ടായി. നിമിഷനേരം കൊണ്ട് അഗ്നിരക്ഷാസേന പാഞ്ഞെത്തി. തീപിടുത്തമുണ്ടായ ഭാഗത്ത് തീയണച്ചു. ഇതിനിടയിൽ ചിലർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും പോലീസും ചേർന്ന് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. കെട്ടിടത്തിലെ തീപിടുത്തവും അഗ്നിരക്ഷാസേന അണച്ചു. ഇൻസിഡന്റ് ഓഫീസർ, ജില്ലാ ഫയർ ഓഫീസറാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകിയത്. മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി കൽപ്പറ്റ ഫയർ ഓഫീസർ ബഷീർ പറഞ്ഞു. ഇത് നമ്മുടെ ഇന്നൊരു മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഒരു മോക്ക് എക്സസൈസ് ആണ്. നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ബോംബ് കൊണ്ടോ മിസൈൽ കൊണ്ടോ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഫാക്ടറിക്ക് തീപിടിക്കുന്ന ഒരു സെനാരിയോ ആണ് നമ്മളിവിടെ കാണിച്ചത്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്ത് എത്തിയിരുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സാധാരണക്കാരെ കൂടി പ്രാപ്തരാക്കുകയാണ് ഇന്നത്തെ നടപടിയിലൂടെ ഉണ്ടായത്. കൽപ്പറ്റയിൽ നിന്നും ഇല്ലിയാസ്, മലനാട് ന്യൂസ്. സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ അഭ്യാസിന്റെ ഭാഗമായി മാനന്തവാടിയിൽ മാസ് കാഷ്വാലിറ്റി മോക്ക് ഡ്രിൽ നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ വകുപ്പ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, NCC, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ 200ഓളം ആളുകൾ പങ്കെടുത്തു.
ഒരു ദുരന്തമുണ്ടായാൽ പരിക്കേറ്റവരുടെ ജീവൻ എങ്ങനെ സുരക്ഷിതമാക്കാം എന്നത് സംബന്ധിച്ചാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് വൈകിട്ട് ഗാന്ധി പാർക്കിലും മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിലുമായി മോക്ക് ഡ്രിൽ നടത്തിയത്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, NCC കേഡറ്റുകൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 200ഓളം ആളുകളെ പങ്കെടുപ്പിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. 4 മണിക്ക് സൈറൺ മുഴങ്ങുകയും ബോംബ് പൊട്ടിത്തെറിയെ തുടർന്ന് ആളുകൾക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ഗാന്ധി പാർക്കിൽ സജ്ജമാക്കിയ ആംബുലൻസുകളിൽ ആളുകളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ശുശ്രൂഷ നൽകുന്നതുമാണ് മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയത്. പരിഭ്രാന്തി ഉണ്ടാക്കാതെ എങ്ങനെ ആളുകളുടെ പരിക്കുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർക്ക് നൽകിയിരുന്നു. ഇതിലേക്ക് പങ്കെടുത്തിട്ടുള്ളത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഏതൊരു പരിശീലന പരിപാടിയിലും ഉൾക്കൊള്ളിക്കാവൂ എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള ആത്മമിത്ര വളണ്ടിയേഴ്സും കൂടാതെ NCCയിലുള്ള കേഡറ്റുകളും ഇവരെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ പൊതുവായിട്ടുള്ള ഒരാളുകളെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ 10 ആത്മമിത്ര വളണ്ടിയേഴ്സും 20 NCC കേഡറ്റുമാണ് ഈ ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ച് നടത്തിയിട്ടുള്ളത്. മാനന്തവാടി തഹസിൽദാർ MJ അഗസ്റ്റിൻ, DYSP വിശ്വംഭരൻ, മാനന്തവാടി SHO TA അഗസ്റ്റിൻ, മാനന്തവാടി അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ PG ഭരതൻ, മാനന്തവാടി ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ R സായിറാം, മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ ഫെസിൻ, നഴ്സിംഗ് സൂപ്രണ്ട് ബിനിമോൾ തോമസ് എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, മാനന്തവാടി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മാനന്തവാടിയിൽ ഉജ്ജ്വല സ്വീകരണം. ക്യാമ്പയിന്റെ ഭാഗമായി മാനന്തവാടി വള്ളിയൂർക്കാവ് ജംഗ്ഷൻ മുതൽ ടൗണിലൂടെ നടത്തിയ വാക്കത്തോണും ശ്രദ്ധേയമായി. സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മാനന്തവാടിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി വള്ളിയൂർക്കാവ് ജംഗ്ഷൻ മുതൽ മാനന്തവാടി ടൗൺ വരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാക്കത്തോൺ സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തത്താലും ശ്രദ്ധേയമായി. വാക്കത്തോൺ നഗരസഭാ ചെയർപേഴ്സൺ CK രത്നവല്ലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങൾ, കളരി സംഘം, റോക്കർ സ്കേറ്റിംഗ് താരങ്ങൾ, കരാട്ടെ വിദ്യാർത്ഥികൾ, SPCA, സ്കൗട്ട്, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, പ്രമുഖ കായിക താരങ്ങൾ തുടങ്ങി നിരവധി പേർ വാക്കത്തോണിൽ പങ്കാളികളായി. ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സൂംബ ഡാൻസ്, ലഹരി വിരുദ്ധ സംഗീത, നൃത്തശില്പം എന്നിവയും അരങ്ങേറി. ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ് ക്യാമ്പയിൻ വഴി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കിലോ കണക്കിന് ലഹരിയിലാണ് പിടിച്ചെടുക്കുന്നത്. ഇനിയും അതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ കൂടുതലായി നമ്മുടെ നാട്ടിൽ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിച്ച് കളിക്കളത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരിൽ എത്തിക്കുക. അതിൻ്റെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ, വിഷമാണ് രാസലഹരി എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരിക്കാർ, പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലക്കമറ്റം, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M മധു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മാനന്തവാടി. ലഹരിയുടെ ഉപയോഗവും അക്രമങ്ങളും വർദ്ധിക്കുന്ന വാർത്തകൾ കൂടുതലായി വരുന്നത് ഏറെ ആശങ്കാജനകമെന്ന് കായികക്ഷേമ മന്ത്രി V അബ്ദുറഹ്മാൻ. കായിക മേഖലയിലേക്ക് യുവതലമുറയെ കൂടുതൽ ആകൃഷ്ടരാക്കുന്നതിലൂടെ ഇതിന് തടയിടാൻ കഴിയണമെന്നും മന്ത്രി. സൂംബ ഡാൻസുമായി ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് സ്വീകരണമൊരുക്കി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് അക്കാദമി വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രം കിലോ കണക്കിന് മാരക രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയിട്ടുള്ളത്. കേരളത്തിലെവിടെയും ഇവയുടെ ഉൽപാദനമില്ലെങ്കിലും
വലിയൊരു മാർക്കറ്റായാണ് ലഹരി കടത്തുകാർ നമ്മുടെ നാടിനെ കാണുന്നത്. രാസലഹരി യുവാക്കളെ മരണത്തിലേക്ക് അടക്കം തള്ളിവിടുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കായിക മേഖലയിലൂടെ ലഹരി നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. വിൽപ്പനക്കുള്ള വലിയ കണ്ണികൾ, വലിയ ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുകയാണ്. നമുക്ക് ആ ലോബിയെ തകർക്കണമെങ്കിൽ, ഈ ശൃംഖലയെ തകർക്കണമെങ്കിൽ ശക്തമായുള്ള ബഹുജന കൂട്ടായ്മ ഉണ്ടാവണം. അതാണ് ഈ സന്ദേശ യാത്രയിലൂടെ ഞങ്ങളും ഈ ഗവൺമെന്റും നിങ്ങളും ഒക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കായിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നുള്ളതാണ് ഈ സന്ദേശയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക് അക്കാദമികളിലായി പെൺകുട്ടികളടക്കം 250ഓളം കുട്ടികളാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പരിശീലനം നടത്തിവരുന്നത്. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സംഷാദ് മരക്കാർ, സി അസൈനാർ, കെ ഇ വിനയൻ, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം മധു തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. ലഹരിക്കെതിരെ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലും വാക്കത്തോൺ സംഘടിപ്പിച്ചു. കായിക താരങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി കൽപ്പറ്റയിൽ നിന്നും ഇല്യാസ് ചേരുന്നു. നീതു, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്ര വയനാട്ടിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ അതുപോലെ തന്നെ മാരത്തോൺ ഒക്കെ നടക്കുകയുണ്ടായി. ജനം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കൽപ്പറ്റയിലായിരുന്നു ജില്ലയിലെ സമാപനം. 100 കണക്കിന് കായിക താരങ്ങളും യുവതി യുവാക്കളുമാണ് കൽപ്പറ്റയിലെ സമാപന പരിപാടിയിൽ പങ്കെടുത്തത്. കൽപ്പറ്റ നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സന്ദേശ യാത്ര കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്. വിവിധ തരത്തിലുള്ള കായിക ഇനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നടന്നത്. എന്തു തന്നെയായാലും രാസലഹരിക്ക് എതിരെ കായിക വകുപ്പ് നടത്തുന്ന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വകുപ്പ് ഇത്രയും മനോഹരമായ ഒരു പരിപാടി, കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് എന്തുതന്നെയായാലും കേരളം ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. 3 ജില്ലകളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും ആരംഭിച്ച് പിന്നീട് കണ്ണൂരിൽ പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ വയനാട്ടിലേക്ക് പ്രവേശിച്ചു. വയനാട്ടിൽ മാരത്തോൺ, മിനി മാരത്തോൺ ആയിരുന്നു ആദ്യത്തെ പരിപാടി. പനമരത്തു നിന്നും ആരംഭിച്ച് മാനന്തവാടിയിൽ സമാപിച്ചു. അതിനുശേഷം മന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന വാക്കത്തോൺ നടക്കുകയുണ്ടായി. എന്തായാലും ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്വീകരണ പരിപാടികളിലും 100 കണക്കിന് 1000 കണക്കിന് യുവതി യുവാക്കൾ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൽപ്പറ്റയിലെ സമാപന സമ്മേളനത്തിലും നിരവധി പേരാണ് പങ്കെടുത്തത്. നീതു, ഇല്യാസാണ് വിശദാംശങ്ങൾ നൽകിയത്. നിരവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിധവയായ വീട്ടമ്മ ജപ്തി ഭീഷണി നേരിടുകയാണ്. പനമരം ഓടക്കൊല്ലി പള്ളത്ത് വീട്ടിൽ വത്സമ്മ എന്ന വീട്ടമ്മയ്ക്കാണ് ഈ ദുരവസ്ഥ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർ പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ചികിത്സയും മറ്റു ചിലവുകളും നടത്തുന്നത്. പനമരം ഓടക്കൊല്ലിയിൽ പുഴയോരത്ത് താമസിക്കുന്ന വത്സമ്മയുടെ ഭർത്താവ് 5 വർഷങ്ങൾക്ക് മുൻപ് അർബുദ രോഗത്തെ തുടർന്ന് മരിച്ചിരുന്നു. മക്കളില്ലാത്ത വത്സമ്മ തൊഴിലുറപ്പ് ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തൊഴിലുറപ്പ് ജോലിക്കിടെ കാലിൽ പാമ്പ് കടിയേറ്റതിനെ തുടർന്ന് നിരവധി ചികിത്സ ആവശ്യമായി വന്നതോടെ തീരാ ദുരിതത്തിലായിരിക്കുകയാണ് വത്സമ്മ. എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല. എൻ്റെ ജപ്തി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമല്ല. ഒരു ചെറിയൊരു അച്ചാർ കമ്പനി എന്തെങ്കിലും തുടങ്ങി ഞാൻ ജീവിച്ചോളാം. അത് തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു സഹായവും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരു കാലുകളിലും പഴുപ്പ് ബാധിച്ചതിനാൽ യാതൊരു തൊഴിലുകൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് നിത്യേനയുള്ള ചിലവുകൾ കഴിയുന്നത്. ഇതിനിടെയാണ് വർഷങ്ങൾക്ക് മുൻപ് കേരള ബാങ്കിൽ നിന്നും വായ്പയെടുത്ത 1.5 ലക്ഷം രൂപ തിരിച്ചടവ് ചെല്ലാത്തതിനെ തുടർന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ ജപ്തി നടപടി വന്നിട്ട് 5 വർഷമായി. ഞാൻ അതിന് പിന്നെ കളക്ടർ അടുത്ത് പോയി സ്റ്റേ ഓർഡർ വാങ്ങിയെന്നല്ലാതെ അത് തള്ളിക്കളയുന്നൊന്നുമില്ല. എൻ്റെ ആധാരം, ആ ലോൺ എഴുതി തള്ളിയിട്ട് എൻ്റെ ആധാരം കിട്ടിയാൽ മതി. അത് ഞാൻ എൻ്റെ കാലശേഷം വെച്ച് ആർക്കെങ്കിലും കൊടുക്കും. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും തള്ളി നിൽക്കുകയാണ് ഈ വീട്ടമ്മ. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. കുറുവ ദ്വീപിൽ സന്ദർശക തിരക്കേറുന്നു.
6 മാസത്തിനിടെ വരുമാന ഇനത്തിൽ ലഭിച്ചത് 1/2 കോടിയോളം രൂപ. അതേസമയം സന്ദർശക നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനസംരക്ഷണ സമിതി ജീവനക്കാരൻ പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കുറുവ ദ്വീപ് അടച്ചിടുകയായിരുന്നു. ഇതോടെ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തി. പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ചാണ് 2024 ഒക്ടോബർ 15 വിനോദസഞ്ചാരികൾക്കായി ദ്വീപ് വീണ്ടും തുറന്നുകൊടുത്തത്. 6 മാസത്തിനുള്ളിൽ DTPC നിയന്ത്രണത്തിനുള്ള പാൽവെളിച്ചം വഴി മാത്രം 37,928 പേർ ദ്വീപ് സന്ദർശിച്ചു. റാഫ്റ്റിംഗ് ഇനത്തിൽ 23,58,200 രൂപയും 2025 ജനുവരി 24 മുതൽ ആരംഭിച്ച കയാക്കിങ്ങിന് ടിക്കറ്റ് നിരക്കിനത്തിൽ ലഭിച്ച 3,10,200 രൂപ ഉൾപ്പെടെ 40,22,880 രൂപയാണ് വരുമാന ഇനത്തിൽ ലഭിച്ചത്. വേനലവധി ആരംഭിച്ച ഏപ്രിൽ മാസത്തിൽ മാത്രം 7,171 പേർ ദ്വീപ് സന്ദർശിച്ചു. ദ്വീപിലേക്കുള്ള പ്രവേശന ഫീസ് നികുതി ഉൾപ്പെടെ മുതിർന്നവർക്ക് 220 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ്. പ്രവേശന ഫീസിൽ 35 രൂപ മാത്രമാണ് DTPCക്ക് ലഭിക്കുന്നത്. കയാക്കിങ്ങിന് 2 പേർക്ക് 300 രൂപയും റാഫ്റ്റിംഗിന് 100 രൂപയുമാണ് പ്രവേശന നിരക്ക്. ഇതിപ്പം വെക്കേഷൻ ടൈമാണ്. അപ്പോൾ മൊബൈലൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അതിലും നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസാണ് ഔട്ട്ഡോർ. അത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പുറത്തിറങ്ങി കളിക്കാനും അതിനൊക്കെ പോകും. ഇപ്പം ഒരു 3 പേരുണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊന്നും പോകുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലത്തെ റാഫ്റ്റിംഗ് ഇത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യമേ ചെയ്ത് പഠിച്ചൊരു എൻജോയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രകൃതിയായിട്ടൊക്കെ അതൊന്ന് എൻജോയ് ചെയ്യാൻ പഠിക്കും, പ്രകൃതി എൻജോയ് ചെയ്യാൻ പഠിക്കും. പിന്നെ മൊബൈലായിട്ടൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുന്നു ചുമ്മാ സമയം കളയുന്നതിൽ ഒത്തിരി നല്ല പരിപാടിയാണ് ഇങ്ങനെ. പാക്കം ചെറിയമല വഴിയും പാൽവെളിച്ചം വഴിയും 244 പേർക്ക് മാത്രമാണ് പ്രതിദിനം ദ്വീപിലേക്ക് സന്ദർശനം അനുവദിക്കുന്നത്. അവധി ദിവസങ്ങളിലും മറ്റും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നത്. നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. വാനരശല്യത്തിൽ പൊറുതിമുട്ടി കണിയാമ്പറ്റ മൃഗാശുപത്രി കവല നിവാസികൾ. കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ ഇറങ്ങിയ വാനരന്മാർ ചേലുക്കുന്ന് പത്മിനിയുടെ വീടിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെ പൈപ്പുകൾ അടക്കം നശിപ്പിച്ചു. ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. കണിയാമ്പറ്റ മൃഗാശുപത്രി കവല പ്രദേശത്തെ നിരവധി വീടുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാനരന്മാർ കൂട്ടത്തോടെ എത്തി വീടുകളിലെ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ വീണ്ടും എത്തിയ വാനരന്മാർ പത്മിനിയുടെ വീടിന്റെ മേൽക്കൂരയിൽ കൂടെ ഉള്ളിൽ കയറി വസ്ത്രങ്ങൾ നശിപ്പിച്ചു. വീടിന്റെ ഓടുകൾ ഉൾപ്പെടെ പൊട്ടിക്കുകയും കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു. വെള്ളം പിന്നെ ടാങ്ക് എല്ലാം വലിച്ചു പൊട്ടിച്ചു. ഇന്നാളൊരു തവണ നന്നാക്കി വീടിന് അകത്തേക്ക് കുരങ്ങ് കയറി വന്ന് എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് ഈ വലയൊക്കെ ഇട്ട് ആ വലയൊക്കെ ഇളക്കി പറിക്കുകയാണ്. യാതൊരു നിവൃത്തിയില്ല ഇതുങ്ങളെ കൊണ്ട്. എന്തൊരു ശല്യ ഉള്ള ചക്ക, മാങ്ങ, തേങ്ങ, ഒരൊറ്റ തേങ്ങ പോലും ഇല്ല. എല്ലാം പിന്നെ കുരങ്ങുകളെല്ലാം തകർത്തു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുങ്ങളെ കൊണ്ട്. വെള്ളം കുടിക്കാനും കൂടെ നിവൃത്തിയില്ല. അതേപോലത്തെ അവസ്ഥ. ഇത് പലതവണയാണ് ഇത്തരത്തിൽ കുരങ്ങുകൾ വീടിനകത്ത് കയറി ആക്രമണം നടത്തുന്നതെന്ന് പത്മിനി എന്ന വീട്ടമ്മ പറഞ്ഞു. കൂടാതെ പ്രദേശത്തെ പച്ചക്കറി കൃഷികളും ചെടികളും കൂട്ടത്തോടെ നശിപ്പിക്കുകയാണ്. അടിയന്തരമായി വനംവകുപ്പ് അധികൃതർ ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. കൺസ്യൂമർ ഫെഡ് ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് ജില്ലാതല ഉദ്ഘാടനം പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. സ്കൂൾ വിപണിയിലെ വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യവുമായാണ് 10% മുതൽ 50% വരെ വിലക്കിഴിവോടെ സ്കൂൾ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത്. കൽപ്പറ്റ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് സ്കൂൾ വിപണി ആരംഭിച്ചത്. വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ സ്കൂൾ വിപണിയിലെ വില നിയന്ത്രിച്ചു നിർത്തുക എന്ന ലക്ഷ്യവുമായാണ് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്കൂൾ വിപണി ആരംഭിച്ചത്. കൽപ്പറ്റയിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ജില്ലയിലെ 10 കേന്ദ്രങ്ങളിലാണ് ഇത്തരം സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പഠനോപകരണങ്ങളും വിലക്കുറവിലും ഗുണമേന്മയിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ഗോകുൽദാസ് കോട്ടയിൽ അറിയിച്ചു. 10% മുതൽ 50% വിലക്കുറവിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, നോട്ട് പുസ്തകമുണ്ട്, അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളെല്ലാം ഉണ്ട്, കോപ്പിയുണ്ട്, എല്ലാം ഉണ്ട്, കുടയുണ്ട്, ബാഗുണ്ട്, അവർക്ക് വേണ്ട മറ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും, വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. വലിയ ആശ്വാസമാണ്.
സ്കൂൾ ബാഗ്, കുട, നോട്ട്ബുക്ക്, വാട്ടർ ബോട്ടിൽ തുടങ്ങി കുട്ടികൾക്കാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. 10% മുതൽ 50% വരെ വിലക്കിഴിവിലാണ് വിൽപ്പന. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ രുക്മിണി സുബ്രഹ്മണ്യൻ ആദ്യ വിൽപ്പന നടത്തി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പറഞ്ഞ ചിത്രങ്ങൾ വരച്ചു പഠിച്ച് വിദ്യാർത്ഥികൾ. കേരള ചിത്രകലാ പരിഷത്തും സുൽത്താൻ ബത്തേരി നഗരസഭയും സംയുക്തമായി നടത്തിവന്ന ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായാണ് വരയാണ് എന്റെ ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ചിത്രകലാ ക്യാമ്പ് നടത്തിയത്. യുവത്വം ലഹരിയിലേക്ക് തിരിയുമ്പോൾ വരയാണ് എന്റെ ലഹരി എന്ന സന്ദേശവുമായി കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് സൗജന്യമായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മറ്റ് ലഹരികൾക്ക് അടിമപ്പെടാതെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നത് ഒരു ലഹരിയായി മാറുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ നഗരസഭയുമായി ചേർന്ന് സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തോടനുബന്ധിച്ചാണ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 6 മുതൽ 22 വയസ്സുവരെയുള്ള 75 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ചിത്രകലയെക്കുറിച്ചും നിറങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയാണ് ക്യാമ്പിൽ ചെയ്തത്. നമ്മളിവിടെ കുറച്ച് കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചിത്രരചനയും കൂടെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെ പിന്നെ ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടൊരു ഭാഗം കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ ഇപ്പം 1-2 പേര് ഇവിടെ സ്ഥിരമായി നിന്ന് അവർക്ക് വേണ്ടി പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രമേശ്, പിന്നെ നമ്മുടെ ഷെരീഫ്, ഇവരൊക്കെ അതിനുവേണ്ടി ദിവസവും ഇവിടെ നിന്ന് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രകലാധ്യാപകനായ രമേശ് കേണിച്ചിറിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. ക്യാമ്പ് ഇന്നലെ സമാപിച്ചു. ചടങ്ങിൽ ജില്ലാ രക്ഷാധികാരി സതി ടീച്ചർ, ET റെജി, അബ്ദുൽ സലാം, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി. വേനൽ അവധിക്ക് വിദ്യാർത്ഥികൾക്ക് വോളിബോൾ പരിശീലനം നൽകി ശ്രദ്ധേയമായിരിക്കുകയാണ് കോട്ടത്തറ വിജയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടാതെ മികച്ച സ്വഭാവ ഗുണമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ ക്ലബ്ബ് അംഗങ്ങൾ വോളിബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെക്കുംതറയിലെ നിരവധി സാംസ്കാരിക മേഖലകളിൽ മികച്ച ഇടപെടലുകൾ നടത്തി പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റിയ വിജയ ക്ലബ്ബ് അംഗങ്ങൾ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി വോളിബോൾ കോച്ചിംഗ് ആരംഭിച്ചപ്പോൾ നിരവധി പേരാണ് ഇവർക്ക് പ്രോത്സാഹനവുമായി എത്തിയത്. പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പരിശീലകനായ രവീന്ദ്രൻ പറഞ്ഞു. വോളിബോൾ പഠിപ്പിച്ച് അത്യാവശ്യം അവരുടെ രാവിലെയുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളും ശാരീരികമായിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ഗ്രൗണ്ട് എക്സസൈസുകളൊക്കെ ചെയ്യിച്ച് അവരെ രാവിലെ ഇത്രയും സമയം, അത് 2 മണിക്കൂർ, ഈ പറഞ്ഞ ലഹരി എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്കറിയാം, ലഹരിക്കൊപ്പം തന്നെയാണ് മൊബൈലും. ആ മൊബൈൽ നോക്കുന്ന ആ സമയം 2 മണിക്കൂർ അവരെന്ത് ചെയ്യുക, ഈ സ്പോർട്സിലേക്ക് മാറ്റുക, അവരതിൽ തിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യമാണ് വിജയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്താനുള്ള കാരണം. ലഹരിയിൽ നിന്നും മറ്റു മൊബൈൽ ഗെയിമുകളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് വോളിബോളിൽ മികച്ച പരിശീലനം നൽകി. പഠനത്തോടൊപ്പം മികച്ച വോളിബോൾ താരങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ക്ലബ് അംഗങ്ങൾക്കുണ്ട്. എന്തായാലും ഇവർക്ക് നല്ല രീതിയിലുള്ള ജനപിന്തുണയാണ് ലഭിക്കുന്നത്. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 427, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 256, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 685, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675, നേന്ത്രക്കായ കിലോയ്ക്ക് 41, ഇഞ്ചി ചാക്കിന് 1150, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 72,600, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഒരുക്കമെന്ന് തെളിയിച്ച് ജില്ലയിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തിയത് ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലയിലെ 5 കേന്ദ്രങ്ങളിൽ. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലഹരിയും അതേ തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളും കൂടുന്നത് ഏറെ ആശങ്കാജനകമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക മേഖലയിലേക്ക് യുവതലമുറയെ ആകൃഷ്ടരാക്കുന്നതിലൂടെ ഇത് തടയാൻ കഴിയുമെന്നും മന്ത്രി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മീനങ്ങാടി, മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം.
രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിധവയായ വീട്ടമ്മയ്ക്ക് ജപ്തി ഭീഷണി. ഭർത്താവ് മരിച്ചതോടെ മക്കളില്ലാത്ത വീട്ടമ്മയുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രദേശവാസികളുടെ സഹായത്തോടെ. ദുരിതത്തിലായിരിക്കുന്നത് പനമരം ഓടക്കൊല്ലി പള്ളത്ത് വത്സമ്മ. സന്ദർശക തിരക്കേറി കുറുവാദ്വീപ്. 6 മാസത്തിനിടെ വരുമാന ഇനത്തിൽ ലഭിച്ചത് 1/2 കോടിയോളം രൂപ. സന്ദർശക നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ സുമി മധു ചേരും. നമസ്കാരം.